നിതിൻ രാജിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് ഈ കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്ന നിതിൻ രാജ് മരണപ്പെട്ട സാഹചര്യത്തിൽ ആ കുടുംബത്തെ സഹായിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുത്തു. അന്ന് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നപ്പോൾ തന്നെ ആ കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ആ കുടുംബത്തിനൊരു വീട് വച്ച് നൽകുന്നതിലേക്ക് വേണ്ടി പാർട്ടി തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായി ഇന്ന് ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ പ്രതിപക്ഷ നേതാവ് നൽകിയ ചെക്കാണ് നമ്മളിന്ന് ഇവിടെ നിതിൻ രാജിൻ്റെ പിതാവ് രാജന് കൈമാറിയത്. ആദ്യ ഘട്ടമാണ് അത് നൽകിയത്. അടുത്ത ഘട്ടം ഈ വീട് നിർമ്മാണം അത് കോൺഗ്രസ് പാർട്ടി തന്നെ ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കും. അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ 5 ലക്ഷം രൂപയുടെ ചെക്ക് നമ്മളിന്ന് വിതരണം ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ നിയമസഹായം ആവശ്യമായിട്ടുള്ള നിയമസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പിതാവ് രാജനുമായി സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഹായം നൽകുന്നതിന് വേണ്ടി 2 അഭിഭാഷകരെ ഈ കാര്യങ്ങൾ വളരെ സസൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള കേസ് അട്ടിമറിക്കപ്പെടാതിരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നിയമസഹായം നൽകുന്നതാണ്. 2 അഭിഭാഷകരെ നമ്മളിവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഉവൈസ് ഖാനെയും അഡ്വക്കേറ്റ് B ജയചന്ദ്രൻ നായരെയും ഇവരെ സഹായിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നിയമസഹായം നൽകുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നതിലേക്ക് വേണ്ടി അവരെ ചുമതലപ്പെടുത്തിയതായിട്ടും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അറിയിച്ചിട്ടുണ്ട്. എന്തായിരുന്നാൽ ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഈ കാര്യങ്ങളിൽ ഈ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇത് കേരളം പോലെയുള്ള ഒരു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മളെല്ലാവരും അപമാനിതരാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ജാതിയുടെ പേരിൽ അതുപോലെ തന്നെ വർണ്ണത്തിൻ്റെ പേരിൽ ഈ കുട്ടികളെ നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് 2-3 ദിവസമായി ആ കുട്ടികൾ തന്നെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇത് ഗുരുതരമായിട്ടുള്ള ഇതിപ്പോൾ ഈ പട്ടികജാതി പീഡനം അതും അനുസരിച്ചിട്ടുള്ള കേസെടുത്ത് ഇവരെയൊക്കെ അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കേണ്ടതാണ്. ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുകയാണ്. ഈ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഭയമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിലേക്ക് വേണ്ടി പോകുന്ന കുട്ടികൾ അവർ ഭയന്നാണ് അവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഓരോരോ സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കുട്ടികളെ ആക്രമിക്കുക, പെൺകുട്ടികളെ ഉപദ്രവിക്കുക, ആൺകുട്ടികളെ വിളിച്ച് അവരെ ഉപദ്രവിക്കുക, ഇതൊക്കെ ഏത് കാലത്താണ് നടക്കുന്നത്? അപ്പോൾ ഇതൊന്നും ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. മാതൃകാപരമായിട്ടുള്ള നടപടികൾ, ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. അവരൊക്കെ ആ പേരിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അവരെയൊക്കെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് നടപടികൾ സ്വീകരിക്കണം. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജനും അതുപോലെ തന്നെ ഈ നിതിൻ രാജിൻ്റെ മാതാവും അവർ നിത്യവൃത്തിക്ക് വേണ്ടി കൂലിവേല ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. പെയിൻറ്റിങ് തൊഴിലാളികളാണ്. അമ്മ തൊഴിലുറപ്പ് പദ്ധതിയിലെ ജീവനക്കാരിയാണ്. അപ്പോൾ അവരുടെ തൊഴിലിനെ പറഞ്ഞു പോലും അവമാനിക്കുകയാണ്. അവരുടെ ജാതി പറഞ്ഞ് അവമാനിക്കുകയാണ്. അവരുടെ നിറം പറഞ്ഞ് അവമാനിക്കുക. ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? അപ്പോൾ ഇതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ശക്തമായി കോൺഗ്രസ് പാർട്ടിയും UDFും ഈ കാര്യത്തിൽ ഈ കുടുംബത്തെ പിന്തുണച്ചുകൊണ്ട് ഈ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളെടുക്കുന്നവരെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതിൻ്റെ ഭാഗമായി കുടുംബത്തിന് എല്ലാവിധമായ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും. അത് സാമ്പത്തികമായി കുടുംബത്തെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി ഉള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്യും. അതിൻ്റെ ആദ്യ ഘട്ടമായിട്ടാണ് ഈ കുട്ടിയുടെ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകുന്നതിലേക്ക് വേണ്ടി പാർട്ടി തീരുമാനപ്രകാരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ
അദ്ദേഹത്തിൻ്റെ 5 ലക്ഷം രൂപയുടെ ചെക്ക് ഞങ്ങളിവിടെ നൽകിയത്. ബാക്കി തുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഘട്ടം ഘട്ടമായി വീട് നിർമ്മാണം ഞങ്ങൾ തന്നെ അത് ഏറ്റെടുത്ത് അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. പിന്നെ പലപ്പോഴും നമുക്കറിയാം ഈ നിയമസഹായം നൽകുക എന്ന് പറയുന്ന ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ സിദ്ധാർത്ഥൻ്റെ മാതാവ് ഇവിടെ വന്നു, അമ്മ ഇവിടെ വന്നു. അവർ പറയുന്ന സങ്കടങ്ങൾ കേട്ടാൽ നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നു എന്നുള്ളതാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ അതിനെ എതിർത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. ഇവിടെ ആ ചെറുപ്പക്കാരൻ അവിടെ മരണപ്പെട്ട് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് അവരിന്നലെ പറഞ്ഞാണ് എന്നോട്, ആ സഹപാഠികൾ ഇവിടെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരവിടെ പോയി ആഹ്ലാദ പ്രകടനം നടത്തിയെന്നുള്ളതാണ്. 2 പേരെ സസ്പെൻഡ് ചെയ്തവർക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്യുന്നവരെ അവരെയൊക്കെ പിന്തുണയ്ക്കുന്നൊരു സമീപനമാണ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുന്നതിലേക്ക് വേണ്ടിയാണ്. അത് AICC തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ അദ്ദേഹത്തെ വിളിച്ച് മാതാവിനെ വിളിച്ച് സംസാരിച്ചു. അതിലേക്ക് വേണ്ടിയാണ് 2 അഭിഭാഷകരെ നമ്മളിവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഈ കുടുംബത്തോടൊപ്പം എപ്പോഴും കോൺഗ്രസ് പാർട്ടിയും UDF ഉണ്ടായിരിക്കും. അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ട്. വെള്ളനാട് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തൊരു സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചു. സ്ഥലം ഉള്ളത് കൊണ്ടാണ് അവിടെ വീട് വെച്ച് കൊടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പാർട്ടി ആദ്യം ആലോചിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ആദ്യഘട്ടമായിട്ട് തന്നെ ഈ 5 ലക്ഷം രൂപയുടെ ചെക്കാണ് ഇപ്പം ഞങ്ങൾ നൽകിയത്.